2 ലക്ഷം രൂപ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയില് പറയുന്നു. அந்த റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയിറക്കണം. മൊട്ടത്തന അവൻ പേരെന്താ? അരുണാ? മൊട്ട മണ്ട അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബം. എന്താ ഉറക്കം വരുന്നു? എന്ത് അടിസ്ഥാനത്തില് എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക് അരുണെ? മൊട്ടത്തന നീ കിടന്ന് വിളിച്ചു പോവാണ്ട് വേഗം അങ്ങോട്ട് ചെന്ന് നിനക്കുള്ളതെങ്കിലും നീ മേടിക്ക്, ഇല്ലെങ്കിൽ എല്ലാം കൂടി അവൻ മേടിച്ചു കെട്ടി ഒരു പരുവത്തിലാവും. മണ്ടയിലും ഒന്നുമില്ല, അകത്തും ഒന്നുമില്ല. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. എന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെന്റെ 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. അപ്പടിയാ? ആണോ? അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇത് ഇങ്ങനെ എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சாட்டலைட் சேனல், റിപ്പോർട്ടർ ചാനൽ എപ്പടി എങ്ങനെ നിങ്ങൾ അത് പറയും? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇഫ് യു ഡാർ കം ഇൻ ലൈവ് എங்கிட்ட பேசு, ലൈവിல பேசு. അരുൺ തന്നെ പേര്? മൊട്ടയാ ഇപ്പം. എടാവേ, ഞാൻ സകല പിടിയും വിട്ട് നിൽക്കുക. എന്തിനാണെന്നറിയോ? നിനക്ക് രണ്ട് പൊട്ടിക്കാൻ. അരുൺ ലൈവില பேசு. എൻ കുടുംബം എപ്പോഴും കഷ്ടപ്പെടുത്ത്, മനസ്സിലാവുന്നുണ്ടോ? അന്ന് ഞാനൊരു സന്മാർഗവാദിയായിരുന്നു മാത്തുക്കുട്ടി. നന്മയുള്ള ഒരു സമൂഹമായിരുന്നു എന്റെ സങ്കല്പം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരാൾ വിചാരിച്ചാലൊന്നും നാട് നന്നാവില്ലെന്ന്. നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തരം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബം കലക്കി. കോടതിയെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? എങ്ങനെ പറ്റിക്കാൻ? നിങ്ങൾ മണ്ടന്മാരാണോ? കോടതി മുമ്പ് വെച്ചല്ലേ ഒപ്പിടുന്നത്? അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ആണോ? ഒരു ബോധം, നിങ്ങൾക്ക് അറിവില്ലേ? എന്തൊരറിവാ നിനക്ക്? കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അരുണെ എന്നെ വിളിക്കും. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ. അല്ലെങ്കിൽ നാളെ ആവട്ടെ.